നമസ്കാരം. നമ്മളുള്ളതേ മലപ്പുറം ജില്ലയിൽ ഇവിടെ ഇരുമ്പിളിയം ഭാഗത്താണുള്ളത്. ഇവിടെ ഒരു 8.5 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള 1650 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കുന്നത്. മണി രാജലക്ഷ്മി ദമ്പതികളുടെയാണ് ഈ വീട്. മണിച്ചേട്ടൻ്റെ വീടാണെങ്കിലും മണിച്ചേട്ടൻ തന്നെയാണ് സ്വന്തം ഇത് പണിതിരിക്കുന്നത്. ആ കോൺട്രാക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2023 ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത്. മുറ്റത്ത് ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മോഡേൺ ആയിട്ടുള്ളൊരു വീടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മണിച്ചേട്ടാ പറഞ്ഞോളൂ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ പറയാ നിങ്ങൾ പറഞ്ഞേ. ഇതിപ്പോ തറവാടാവും അല്ലേ? തറവാട് പൊളിച്ചിട്ട് ഞങ്ങള് പൊളിച്ചിട്ടില്ല. വേറെ 1650 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂം കട്ടൊക്കെ വിരിച്ചിട്ടുണ്ടല്ലേ? ഒക്കെ വിരിച്ചു. 8 സെന്റിലാണ് ഇപ്പൊ പെര നിൽക്കുന്നത്. നമുക്കത് ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട് മുഖം ഇങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്. ദർശനം കിഴക്കായിട്ട് നമുക്ക് അകത്ത് കയറാം. സിറ്റ് ഔട്ടിൽ ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് ചെറിയൊരു സിറ്റ് ഔട്ട് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത മരൊക്കെ ഏതാ ഉൾപ്പെടുത്തി വേങ്ങയില് വരച്ചതാണ്. വേങ്ങ നാട്ടുമ്പുറത്തന്മാരാണ് അതിൽ വരച്ചതാണ്. അവര് വരച്ചതാണല്ലേ? നമ്മളെ പണിക്കാരനെ ഇതാണ് മെയിൻ ഡോർ കൊടുത്തേക്കുന്നത്. മെയിൻ ഡോർ എന്ത് പറയാ? പ്ലാവും ഇരുളോടിയും കൂടിയിട്ട് ഫ്രെയിമോ? അതും വേങ്ങ തന്നെയാണ്, വരച്ചതാണല്ലേ? നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞാല് നേരെ ലിവിങ്ങും ഡൈനിങ്ങും ഒരു ഹാളായിട്ടുള്ള രീതിയിലല്ലേ? ലിവിംഗ് കം ഡൈനിങ് ഹാളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഈ സെറ്റ് എങ്ങനെ മേടിച്ചതാണോ? അല്ല, നമ്മള് ഉണ്ടാക്കിച്ച തന്നെയാണ്. ഇത് എവിടെ ഉണ്ടാക്കിയ? ഇവിടെ ഇരുമ്പിളിൽ തന്നെയാണ് ഇതിന്റെ. ഇത് ഏകദേശം എത്ര കോസ്റ്റ്? ഇത് 32 റുപ്യാണ്. ഈ ഒരു 2 പീസും കൂടി ഇവിടെ വന്നത്. 2 പീസിനും കൂടി 32,000 രൂപ അല്ലേ? ഓക്കെ. അതേപോലെ ഡൈനിങ് ടേബിള് ഉണ്ടാക്കിച്ചതാണോ അതോ? ഉണ്ടാക്കിച്ചാണ്. മാക്സിമം നമ്മള് ഇവിടെ വെച്ചുണ്ടാക്കിച്ച വേങ്ങ തന്നെ. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടാവും? 920. അതില് ഡൈനിങ് സിറ്റ് ഔട്ട്, ഡൈനിങ് കം ലിവിംഗ് ഹാള്, 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ. എത്ര ബാത്റൂം വരുന്നുണ്ട്? 2-3 ബാത്റൂം വരുന്നുണ്ട്. 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ, പിന്നെ സ്റ്റോർ റൂമും വേറെ വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ട് അതെന്താ സംഭവം? ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി നമ്മളല്ല ബന്ധമാണ്. മെസ്സിന്റെ ഇതൊക്കെ ആയിട്ട് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസുകാരുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ. അതെ. ഈ ഒരു മറ്റേ TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്? ഇത് നമ്മള് മറ്റേ ഫാബ്രിക്കേഷൻ വെച്ച് സിമ്പിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് എത്ര രൂപ ചെലവ് വരും? നമ്മൾ മൊത്തം നമ്മൾ വർക്കിന് വന്നത് 1.15 വന്നിട്ടുള്ളൂ. 1.15 മൊത്തം കബോർഡ്. 3 ബെഡ്റൂമിക്കും 3 ബെഡ്റൂമിക്ക് കിച്ചൺ, ഇതിനൊക്കെ കൂടെ എത്ര വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂം വരുന്നില്ലേ? ഇതൊരു ബെഡ്റൂം അല്ലേ? ഒരു ബെഡ്റൂം. ഇത് ആരുടെ ബെഡ്റൂം? അച്ഛന്റെ ഇല്ല. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ ബെഡ്റൂം എത്ര സൈസ് വരുന്നുണ്ടാവും മണിച്ചേട്ടാ? 11-10 സൈസ് അല്ലേ? ബാത്റൂം ഏകദേശം എത്ര സൈസ് വരുന്നുണ്ടാവും? 5, 4, 6. ടൈലിന്റെ ഒക്കെ അല്ല മറ്റേ ബാത്റൂമിന്റെ ഒക്കെ ടൈല് സ്ക്വയർ ഫീറ്റിന് എന്ത് റേറ്റ് വരുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 49 രൂപ. ഇത് ടൈല് തല തിരിച്ചൊട്ടിച്ചതാ? അല്ല, ഇത് വഴുക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. ഗ്രിപ്പ് ഉള്ള കോസ്റ്റ് കൂടുതലാണ് ടൈലിൽ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഫ്ലോറിംഗിൽ ചെയ്തിട്ടുള്ള ടൈലില്ലേ ഗ്രൗണ്ടില് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തിരിക്കുന്ന ഈ ടൈലിന് എന്ത് റേറ്റ് വരുന്നുണ്ട്? 49 തന്നെ. 59 രൂപയാണ്. നമുക്ക് കൺസ്ട്രക്ഷൻ ബില്ലായോണ്ട് 49 റുപ്യായിട്ട് കിട്ടിയല്ലേ. ഇത് കിച്ചൺ വരണല്ലേ? അത്യാവശ്യം ഈ കിച്ചൺ ഏകദേശം എന്ത് സൈസ് വരുന്നുണ്ടോ? 10-15 തന്നെ. 10-15 സൈസ്. ഇത് ഈ മറ്റേ കബോർഡിന്റെ വർക്കുകളൊക്കെ അടക്കാണ് ആ പൈസ വന്നു. എങ്ങനെ കുറച്ച് ചെയ്യാം അത്ര ഇതിലാണ് ഈ വീട് ഫാബ്രിക്കേഷൻ ചെയ്തത്. ഗ്രാനൈറ്റ്, ഗാലക്സി ഗ്രാനൈറ്റ് ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുണ്ട് അല്ലേ? അതുണ്ട്. പിന്നെ ഒരു സ്റ്റോർ റൂം ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റോർ റൂം. അതിന്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് ആണോ? അത് സ്റ്റോറേജ് ആണ്. പിന്നെ വർക്ക് ഏരിയ ആണ് എല്ലാവർക്കും ഇഷ്ടം. സ്ഥലം സൗകര്യം എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ വർക്ക് ഏരിയ സുഖം ഉണ്ട്. എല്ലാ സൗകര്യവും എല്ലാവർക്കും വർക്ക് ഏരിയ ഇഷ്ടപ്പെടല്. അടുപ്പ്, കൊട്ടത്തളം, ഭക്ഷണ ഓടിലാണ് ചെയ്തിരുന്നത്. പുക അമ്മേനെ പകല വരുന്നുണ്ടാവാറുള്ളൂ. ബെഡ്റൂമിന്റെ ഡോറുകള് അതൊക്കെ ചെയ്തിരിക്കുന്ന അത് നമ്മള് പിന്നെ പ്ലൈവുഡ് റെഡിമെയ്ഡ് ഡോർ
പിന്നെ ഒരു ബെഡ്റൂം കൂടി ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. അച്ഛൻ എടുക്കണ്ടല്ലേ? ആ ഞാൻ വിളിക്കാം. വേണ്ട കുഴപ്പമില്ല, അച്ഛൻ കിടന്നോട്ടെ. വാഷ് ബേസിൻ ഏരിയ ഒരു ബാത്റൂം ഇതാ. മക്കളൊക്കെ ഇവിടെ പോ. മക്കളൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് ഒരു കുടിരിക്കലുണ്ട്. കടന്നോളി കഴിഞ്ഞല്ലേ? നിങ്ങൾ കിടന്നോളി കഴിഞ്ഞു. അത് കഴിഞ്ഞു. ആ മൈപ്പിൽ ഞങ്ങൾ വരുത്തിച്ചതാണ്. നമുക്ക് മേലേക്ക് പോവാല്ലേ? ആ ഇതിന്റെ ടോപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവുമല്ലേ? ആ സ്റ്റീല്. ഇവിടെ പങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? താൽക്കാലിക അല്ല കൊടുമുടി. മുകളിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? ബാക്കി ഉള്ള സ്ക്വയർ ഫീറ്റും മേലെ മൊത്തം 1920 വെച്ചിട്ട് ബാക്കി മേലെ. ഇവിടെ എത്ര ബെഡ്റൂമാ? ഇവിടെ 2 ബെഡ്റൂം. 2 ബെഡ്റൂമും ഒരു അപ്പർ ലിവിംഗ് ഏരിയ, ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച് ബാത്റൂമും. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരെണ്ണുണ്ട്. അവിടെ കോണിക്കൂടായിട്ട് കിട്ടിയില്ല. ശരിയാണ്. ഈ ബെഡ്റൂം എത്ര സൈസ് വരുന്നുണ്ട് മണിച്ചേട്ടാ? ഇത് 11x10. ബാത്റൂം ഹൈറ്റിലാണോ? ലൈറ്റിലാണ്. ശരി. പിന്നീട് സിറ്റ് ഔട്ട്. 4ാമത്തെ ബെഡ്റൂം. പിന്നെ സ്റ്റെയർ കൂടെ പറഞ്ഞാലും അറ്റാച്ച്ഡ് കൊടുക്കാൻ കഴിയില്ല. 2500 ഉണ്ടോ ചോദിക്കുക ആൾക്കാര്. അത് 1650 ഉള്ളൂ. അത്രയും ഒരു മതിപ്പ് തോന്നിക്കുന്നുണ്ട്. അതാ പ്ലാനിന്റെ ബുക്കാണ്. പിന്നെ ഇതില് ഒരുപാട് പ്ലാൻ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാര്. 5 പേര് അതിൽ കയറിയിട്ടുണ്ട് ഈ പ്ലാനില്. ഉപയോഗിക്കല്ലേ വെറുതെ. ഓപ്പൺ ടെറസ് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? സ്പേസ് ഒഴിവാക്കിയിട്ടില്ല. അത് അച്ഛൻ ജനങ്ങൾക്ക് പൊതു കിണറായിട്ട് കൊടുത്താണ്. അതായത് പിന്നെ പഞ്ചായത്തിക്ക് വെള്ളം കോരാനുള്ള അപ്പൊ അതുകൊണ്ട് ഒരു അപ്പൊ മണിച്ചേട്ടൻ നമുക്കില്ലേ ടോട്ടൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അല്ലേ? മണിച്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? മണിച്ചേട്ടൻ കോൺട്രാക്ടർ ആണല്ലോ. അതെ. അതെ. ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? 32 ലക്ഷം രൂപയാണ് ചെലവ് നമുക്ക് വന്നത്. വീടിന്റെ പാത്രം കണക്കൂട്ടുമ്പോ ശരിക്കും അതിന് പുറത്ത് വരും. പക്ഷെ നമ്മള് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഫണ്ട് വരുള്ളൂ. മൊത്തം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചു ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഉണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അൾട്രേഷൻ ആണ്. കൂടുതൽ റിനോവേഷൻ വർക്കിലേക്കാണ് ഞങ്ങള് ചെയ്യുന്നത്. ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ നമുക്കാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ തിരുമ്പിയത് ഉണക്കാനും കാര്യം മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പെരകളിലുള്ള ഒരു പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഓപ്പൺ ഇത് ബാത്റൂമുള്ള കാരണം ഇപ്പം എല്ലാ പണികളും കഴിഞ്ഞ് മേലേക്ക് കയറിയിട്ട് ഇവിടുന്ന് തിരുമ്പലും കുളിയും കഴിഞ്ഞ് ഉണക്കലും കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അവിടെയാണ്, ഇസ്ത്രിക്കടലും അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മളത് വീടിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളിക്കില്ല. അവിടുന്ന് തിരുമ്പിയിട്ട് അവിടെ തന്നെ ഉണക്കി ഇസ്ത്രിക്ക് ഇട്ടിട്ട് നമുക്ക് അലമാരയിലേക്ക് സ്ഥിരമായിട്ട് കൊല്ലാം. വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ ഇത് മാക്സിമം ആൾക്കാർ താമസിക്കുക അത്ര ശരിക്കും മതി. പ്ലാനും ഇത് ചെയ്തെന്ന് ഗായത്രി എന്ന് പറഞ്ഞ ഒരു ടീമാണ്. ഗോപാലകൃഷ്ണൻ ആണ് കുറ്റിയടിച്ചത്. ആർക്കിടെക്ട് അല്ല, വരച്ചത് വരുന്നത് ഗോപാലകൃഷ്ണൻ എന്നിട്ട് അല്ലല്ല, എഞ്ചിനീയറിനാണ്. അതായത് ഗായത്രി ആർക്കിടെക്ട് എന്നിട്ടാണ് അവരെ ഗായത്രി. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ അല്ല, ഒരു വളാഞ്ചേരിയാണ്. അവരുടെ നമ്പർ നമ്മൾ അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം.